മെഡിറ്റേഷനെ കുറിച്ചുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള മിസ്കൺസെപ്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ മിസ്കൺസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ആണ് എന്നാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. അതായത് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സിംഗിൾ പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ നാരോ ഡൗൺ ചെയ്യുക, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ, നമ്മുടെ ബോധത്തെ ഒരു സിംഗിൾ പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പോയിന്റിലേക്ക് മാത്രം നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ നാരോ ഡൗൺ ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷെ മെഡിറ്റേഷൻ എന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് അല്ല, അതായത് നാരോയിങ് ഓഫ് കോൺഷ്യസ്നെസ് അല്ല മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യിക്കുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ്. അതായത് നമുക്ക് പ്രസന്റ് മൊമെന്റിലുള്ള എല്ലാ കാര്യത്തെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അവയർനെസ്, നമ്മുടെ അവബോധത്തെ കൂട്ടുക. അങ്ങനെ പ്രസന്റ് മൊമെന്റിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഇൻക്രീസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ അതാണ് മെഡിറ്റേഷൻ. സോ മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ അല്ല. സോ ഇനി രണ്ടാമത്തെ മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടംപ്ലേഷൻ ആണ് എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കോണ്ടംപ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തെ പറ്റി കൂടുതൽ ചിന്തിക്കുക, ആ ഒരു ടോപ്പിക് തന്നെ ചിന്തിച്ച് അതൊരു എക്സ്ട്രീം ലെവലിലേക്കൊക്കെ പോകുന്നതിന്, അല്ലെങ്കിൽ ഡീപ്പായിട്ട് ചിന്തിച്ച് പോകുന്നതിനേക്കാണ് നമ്മൾ കോണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ കോണ്ടംപ്ലേഷൻ അല്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തോട്ട്ലെസ് സ്റ്റേറ്റിലേക്ക് എത്തുക, അതായത് ഒരു നോ മൈൻഡ് അല്ലെങ്കിൽ തോട്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു ചിന്തകളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നതാണ് മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടംപ്ലേഷൻ അല്ല. പിന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ് മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോകും എന്നൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അതായത് പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മെന്റൽ പീസ് എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു ടേമാണ് ആക്ച്വലി. അതായത് മൈൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും കണ്ടിന്യൂസ്ലി തോട്ട്സ് ഫങ്ഷനിങ്, അത് ഇറ്റ്സ് ലൈക്ക് ഓൾവേസ് ഒരു നോയ്സ് ആയിട്ടാണ് നമ്മൾ പൊതുവേ കാണാറ്. മെഡിറ്റേഷനിൽ നമ്മൾ പറയാന്ന് പറയുന്നത് മൈൻഡ് ഈസ് ഓൾവേസ് നോയ്സ് എന്നാണ് നമ്മൾ പറയാറ്. സോ പീസ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെന്റ് ഫ്രം ദ മൈൻഡ്. മൈൻഡിന് ഒരിക്കലും ഒരു പീസ്ഫുൾ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റില്ല. മൈൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് തോട്ട്സ്, കളക്ഷൻ ഓഫ് തോട്ട്സ് ആൻഡ് തിങ്കിങ് പ്രോസസ് ആണ്. സോ മൈൻഡിന് ഇല്ല ഒരു എന്താ പറയുന്നത്, പീസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ഇന്നർ സ്റ്റേറ്റ് ആണ് പീസ് എന്ന് പറയുന്നത്, ഇന്നർ പീസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. സോ നമ്മൾ മെഡിറ്റേഷനിലൂടെ നമ്മൾ നമ്മുടെ മൈൻഡുമായിട്ട് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഒരു ഇന്നർ പീസ് ഡിസ്കവർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് ഓൾറെഡി ഉള്ളൊരു സംഭവമാണ്. അത് നമ്മുടെ മൈൻഡിനുമായിട്ടുള്ള നമ്മൾ നോർമലി ഒരു മൈൻഡിന്റെ ഇംപ്ലിസ്മെന്റ് അല്ലെങ്കിൽ എപ്പോഴും ഒരു 24 hours ഒരു കണ്ടിന്യൂസ് ഫ്ലക്സ് ഓഫ് തോട്ട്സിലാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു മൈൻഡുമായ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ കൊണ്ടുവരാൻ പറ്റും. തോട്ട്സിന്റെ ഒരു ഫ്ലക്സ് ഓഫ് തോട്ട്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു സൈലൻസ് നമുക്ക് ഓൾറെഡി ഡിസ്കവർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ തോട്ട്സ് ഉള്ളത് കൊണ്ടാണ് നമുക്കിപ്പം ആ ഒരു സൈലൻസ് അറിയാൻ പറ്റാത്തത്. അപ്പൊ തോട്ട്സ് ഇല്ലാതെ ഒരു നോ മൈൻഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്നതിലൂടെ, ഒരു ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഒരു ഇന്നർ സൈലൻസ് അല്ലെങ്കിൽ ഇന്നർ പീസ് ഡിസ്കവർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഒരിക്കലും മെന്റൽ പീസ് എന്നൊരു സംഭവം ഇല്ല, അത് ഒരു തെറ്റായൊരു ടേമാണ്. പീസ് ഈസ് സംതിങ് ഡിഫറെന്റ് ഫ്രം മൈൻഡ്. സോ ആ ഒരു ഇന്നർ പീസിലേക്ക് എത്തുന്നതിലൂടെ നമുക്ക് ആ ഒരു ആന്തരികമായ ശാന്തത നമുക്ക് അത് മെഡിറ്റേഷനിലൂടെ കണ്ടെത്താൻ സാധിക്കും. പിന്നെ അടുത്തൊരു മിസ്കൺസെപ്ഷൻ ആണ് മെഡിറ്റേഷൻ എന്നത് ഒരു സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമുള്ളൊരു സംഭവം എന്നൊരു പുതിയൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. സോ അത് തെറ്റാണ്. കാരണം മെഡിറ്റേഷൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. സ്പിരിച്വൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കും ചെയ്യാം, അല്ലാത്തവർക്ക് സാധാരണക്കാർക്കും ചെയ്യാം. ഡേ ടു ഡേ ലൈഫിന്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്നവർക്കും ചെയ്യാം. സോ സ്പിരിച്വാലിറ്റി ഓറിയന്റേറ്റഡ് മാത്രമായിട്ടുള്ള സംഭവമല്ല മെഡിറ്റേഷൻ. അതിലൂടെ മെഡിറ്റേഷൻ ഒരു സാധാരണക്കാരൻ ചെയ്യുന്നതിലൂടെ അയാൾക്ക് ഒരുപാട് റിലാക്സേഷനും ഒരു എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു വേ ഓഫ് ലീവിങ് ഒക്കെ നമുക്ക് മെഡിറ്റേഷനിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. സോ അത് എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. അങ്ങനെ ഇന്നൊരു കാറ്റഗറിപ്പെട്ട ആള് എന്നൊന്നും ഇല്ല. സാധാരണക്കാരനും ചെയ്യാൻ, ഒരു ട്രാൻസ്ഫർമേഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ പിന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ് മെഡിറ്റേഷൻ എന്ന് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്നൊരു രീതിയിലാണ് ആൾക്കാർ ചിലവരെ കാണാറുണ്ട്. സോ മെഡിറ്റേഷൻ നമ്മൾ ആക്ച്വലി മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നില്ല, പക്ഷെ അതിന് പകരം നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ കൂട്ടുക എന്ന് പറയുന്നൊരു പ്രക്രിയയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഗ്രോയിങ് ഇൻ കോൺഷ്യസ്നെസ് ആണ്. അതായത് നമ്മുടെ നോർമൽ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിനെ കൂട്ടിക്കൊണ്ട് വരുന്നതിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മൈൻഡ് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലാണ്. ഡയറക്റ്റ് നമ്മൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ കോൺഷ്യസ്നെസ്സിലാണ് നമ്മൾ മെഡിറ്റേഷനിൽ വർക്ക് ചെയ്യുന്നത്. സോ കോൺഷ്യസ്നെസ് കൂടുന്നതിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡ് നമ്മുടെ ഒരു കൺട്രോളിലേക്ക് ഓട്ടോമാറ്റിക്കലി ആവും. നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ അതിന് എഫേർട്ട് ഇട്ട് കൺട്രോൾ ചെയ്യുക, തോട്ട്സിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്യാറില്ല.
ഇത് കംപ്ലീറ്റ്ലി റിലാക്സേഷൻ പ്രോസസ്സാണ് മെഡിറ്റേഷനിൽ ചെയ്യുന്നത്. അവിടെ നമ്മൾ കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഫുൾ എഫേർട്ട് നമ്മൾ ചെയ്യുന്നില്ല മൈൻഡിലേക്ക്. നമ്മൾ വി ആർ ജസ്റ്റ് ഫോക്കസിങ് ഓൺ ഇൻക്രീസിങ് അവർ കോൺഷ്യസ്നെസ് ആണ് നമ്മൾ മെഡിറ്റേഷനിൽ ചെയ്യാമെന്ന് പറയുന്നത്. സോ പിന്നെ ഒരു മിസ്കൺസെപ്ഷൻ ആണ്, ലാസ്റ്റ് മിസ്കൺസെപ്ഷൻ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് എന്ന് ഒരു മിസ്കൺസെപ്ഷൻ ആണ്. അതായത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും എല്ലാവരും പലപ്പോഴും ഒരു എന്താ പറയുക നോട്ടീസ് ചെയ്യാറ് നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അതായത് ലൈക്ക് കംപ്ലീറ്റ്ലി ഇൻ ദ പ്രസന്റ് മൊമെന്റ് എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് നമ്മളൊരു ബീച്ചിലൂടെയൊക്കെ പലപ്പോഴും വാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സൺസെറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ സൺറൈസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു നമ്മുടെ എക്സിസ്റ്റൻസും ആയിട്ട് നമുക്കൊരു എന്ത് പറയുന്ന ഒരു കംപ്ലീറ്റ് വൺനെസ്, ഒരു സെപ്പറേഷൻ ഇല്ലാതെ നമ്മളും എക്സിസ്റ്റൻസ്, ഒരു ഈഗോയുടെ ബാരിയർ ഇല്ലാതെ നമുക്കൊരു വൺനെസ് ഫീൽ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ്ലി ബീങ് ഇൻ ദ സോൺ മൊമെന്റ്, ബീങ് ഇൻ ദ സോൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബീങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് ഫുള്ളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ എക്സ്പീരിയൻസ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു അൺഅവെയർനെസ്സിൽ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട്, അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യാതെ നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തവണ. സോ മെഡിറ്റേഷൻ നമ്മൾ ഡയറക്ട്ലി ഇങ്ങനെ പല മെത്തേഡ്സ് ഓഫ് മെഡിറ്റേഷനോട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ മെഡിറ്റേഷൻ മെത്തേഡ്സിലൂടെ ചെയ്യുന്നത്. നമ്മൾ അൺനോട്ടീസബിൾ ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഈ സംഭവങ്ങളെ ഒരു 24 hours ഒരു കോൺഷ്യസ് ലെവലിലേക്ക് നമ്മൾ ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മൾ മെഡിറ്റേഷൻ മെത്തേഡ്സിലൂടെ നമ്മൾ ചെയ്യാറെന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ.